ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും പറഞ്ഞു പാറ്റയല്ലേ അതങ്ങ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് മോദി വിറച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് NDA മീറ്റിങ്ങിൽ ഈ വിഷയം വളരെ സീരിയസ് ആയി കൊണ്ടുപോയിരിക്കുന്നു. NDA മീറ്റിങ്ങിൽ ഇത് ചർച്ച വരുന്നു. പാർലമെന്റിൽ മല്ലികാർജുൻ ഖാർഗെ ഇത് രാജ്യസഭയിൽ ചർച്ച വരുന്നു, പാർലമെന്റിൽ ചർച്ച വരുന്നു, ലോക്സഭയിൽ വരുന്നു. വളരെ വലിയ ഇറങ്ങിപ്പോക്ക് നടക്കുന്നു. വളരെ വലിയ തോതിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനിട്ട ഒരു ഇൻസ്റ്റഗ്രാം ഫോളോ പേജിലിട്ട ഒരു വിഷയമാണ് ഇന്ന് കത്തി ഇവിടെ എത്തി നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി. അതിൽ ദൗർബല്യവുമുണ്ട്. ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ വിചാരിച്ചാൽ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണെങ്കിൽ സമൂഹം കൂടെ നിൽക്കും. അതിൻ്റെ ശക്തി അതാണ്. അതിൻ്റെ ദൗർബല്യം ആ അവസരം നോക്കി ഒരുപാട് ദുഷ്ടശക്തികൾ മുതലാക്കുകയും ചെയ്യും. ഇത് രണ്ടും ഉണ്ട്. ദുഷ്ടശക്തികൾ കയറി വിദ്യാർത്ഥി സമരത്തിലും കർഷക സമരത്തിലും നഴ്സുമാരുടെ സമരത്തിലും ഓഫീസർമാരുടെ സമരത്തിലുമൊക്കെ കള്ളശക്തികൾ കയറി സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന കഥയും നമ്മൾ ഭാരതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ജെനുവിനായിട്ടുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നത് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം ആം ആദ്മിയിലെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഈ ഇൻസ്റ്റഗ്രാമിനെ ചലിപ്പിക്കേണ്ടതെന്ന്. ചിലപ്പോൾ അത് ചലിപ്പിച്ചതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഇത് ബൂസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും പണം കൊടുത്തു കാണും, ചിലപ്പോൾ സ്വന്തമായി പണം കൊടുത്തു കാണും. കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിന് പൈസ കൊടുക്കണം. അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാണും. ഒരുപാട് ആളുകളിൽ അത് എത്തിച്ച് കാണും. എന്തായാലും വളരെ വലിയ ഒരു അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന 30-35 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു തീപ്പൊരി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉറക്കം കെടുത്തുന്നു. ഇതിനോട് കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വരുമ്പോൾ CPM-ഉം അതുപോലെ തന്നെ ഡൽഹിയിലെ പാർട്ടികളും കോൺഗ്രസും എല്ലാം കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇത് കത്തിക്കയറുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ BJP-ക്കും കഴിയുന്നില്ല. അവരുടെ NDA മീറ്റിങ്ങിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നു. ചുരുക്കത്തിൽ മോദി സറണ്ടർ ചെയ്യുന്നു. അപ്പോഴും ഒരു പ്രശ്നമുള്ളത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിക്കൊണ്ടുള്ളൊരു ഫോർമുലയ്ക്ക് BJP തൽക്കാലം തയ്യാറല്ല. ധർമ്മേന്ദ്ര പ്രധാനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് രക്തസാക്ഷിയാക്കിക്കൊണ്ടൊരു ഒത്തുതീർപ്പ് വേണ്ട എന്നാണ് BJP നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു. വളരെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാഘവ് ചദ്ധായെ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവും ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ആളുകളും ടീമും ഒക്കെ വന്നിട്ടുള്ള ആളുകളെ ചിലപ്പോൾ മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ മന്ത്രിസ്ഥാനം പോകാനും സാധ്യതയുണ്ട്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും BJP-യും ശക്തമായി അടിയുറച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവർ അതിശക്തമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. NDA മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. പാർലമെൻ്ററി സമിതി ഇത് ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയം ഏറ്റെടുക്കുന്നു. രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നു. വളരെ വലിയ എല്ലാ നേതാക്കളും ഈ വിഷയം ഏറ്റെടുക്കുന്നു. MA ബേബി പോലെയുള്ളവർ, രാധാകൃഷ്ണനെ പോലെയുള്ളവർ, ഈ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ സൈറ്റിൽ പോകുന്നു. അങ്ങനെ വളരെ വലിയ ഒരു കോളിളക്കം തന്നെ ജന്തർ മന്ദറിൽ സൃഷ്ടിക്കാൻ അഭിജിത്ത് ദീപ്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതിനേക്കാൾ വലിയ തോതിൽ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു വിഷയം എടുത്തു. അത് വളരെ ഹീറ്റ് ഉണ്ടാക്കി ഒരു ഹോട്ട് ന്യൂസായി ഡൽഹിയിൽ മാറി. ചാനലുകൾക്കും പത്രങ്ങൾക്കുമെല്ലാം അങ്ങനെ തന്നെ വാർത്ത ചെയ്യേണ്ടുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്തയായി ഇത് വന്നു. ഇപ്പോൾ അവസാനമായി അറിയുന്നത് നരേന്ദ്രമോദി സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മീറ്റിംഗ് വിളിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ, ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ മീറ്റിംഗ് വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭരണകക്ഷി വിജയിച്ചു എന്ന് പറയാം. പക്ഷേ സമ്മർദ്ദത്തിനൊടുവിൽ വിളിച്ചാൽ ഇത് സമരം നടത്തുന്നവരുടെ വിജയമായി കാലം വ്യാഖ്യാനിക്കപ്പെടും. മീഡിയകൾ അങ്ങനെ തന്നെ പറയും. സമ്മർദ്ദത്തിൽ അകപ്പെട്ട് BJP-യും മോദിയും മീറ്റിംഗ് ഇതാ വിളിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് മീറ്റിംഗ് വിളിച്ചു. അവരുടെ NDA-യിൽ ഇത് വളരെ ഗൗരവമായ ഒരു അജണ്ടയായി ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ നിന്ന് നമുക്കറിയേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനെ കുരുതി കൊടുക്കുമോ, അദ്ദേഹത്തിനെ മാറ്റുമോ, അതോ അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് സമരക്കാർ പോകുമോ എന്നുള്ളത് ഡൽഹിയിൽ നിന്ന് തന്നെ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്.